പാമ്പ് കടിയേറ്റാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു കാരണവശാലും ഒരു ആംബുലൻസ് വരുന്നവരെ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏത് വാഹനമാണ് നമുക്ക് കിട്ടുന്നത് ആ വാഹനത്തിൽ നമുക്ക് ആൻറ്റിവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തുകാർക്ക് അഭിമാനമാണ് മെഡിക്കൽ കോളേജ്. പ്രത്യേക സമയത്ത് എത്തിച്ചാൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്, അടുത്തുള്ള നേഴ്സിംഗ് ഹോമിലൊക്കെ കൊണ്ടുപോയി വൈദ്യൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കൂടുതലായി ഒരു മണിക്കൂറിന് മുന്നെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇവർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ലേറ്റായി ഇവിടെ കൊണ്ടുവരുന്നതുകൊണ്ട് ഡെത്ത് കൂടുതൽ വരുന്നത്. ഇത് കൃത്യസമയത്ത് ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ആൻറ്റിവനം ഉണ്ട്. പക്ഷേ ആൻറ്റിവനം ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാരില്ല നൈറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആൻറ്റിവനം മാത്രം വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു മൂർഖൻ പാമ്പിൻ്റെ കടി കോബ്ര ബൈറ്റ് കിട്ടിയ ആളിന് ഒരു ഇൻറ്റിബേറ്റ് ചെയ്യണം. ഇൻറ്റിബേറ്റ് ചെയ്താൽ അദ്ദേഹം ഇപ്പോൾ കൃത്യമായി ശ്വാസം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ശ്വാസോടൊക്കെ അനുഭവപ്പെടുന്നു. പെട്ടെന്ന് ശ്വാസം കൊടുക്കാൻ പറ്റിയ 50 അദ്ദേഹം ജീവിച്ചു കഴിഞ്ഞു. 50-70 വരെ അദ്ദേഹം ജീവിച്ചു കഴിഞ്ഞു. പിന്നെ 30 മരുന്നിന് സ്ഥാനമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആൻറ്റിവനം കൊടുക്കുന്ന സ്ഥലത്ത് നമുക്ക് വെന്റിലേറ്റർ വേണം. അപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ ഇല്ല. അപ്പോൾ നമുക്ക് അണലി പിടിച്ച ആളിനെ അവിടെ അഡ്മിറ്റ് ചെയ്തതിൽ അവിടെ നമുക്ക് എന്താ പറയുക, അവിടെ അണലി പിടിച്ചു നമുക്ക് കുറച്ച് നേരം നമുക്ക് മൂത്ര തടസ്സമൊക്കെ അനുഭവപ്പെടാം. അപ്പോൾ നമുക്ക് ഡയാലിസിസിന് വേണ്ടി ഒരു പിന്നീട് അപ്പോൾ നമുക്ക് അവിടെ സംവിധാനമില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിനും മെഡിക്കൽ കോളേജിനെ തന്നെ ആശ്രയിക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കടി കിട്ടിയാൽ പ്രാഥമിക ശുശ്രൂഷ ചെയ്തതിന് ശേഷം, അതായത് പ്രാഥമിക ശുശ്രൂഷ ഇരിക്കുക വെള്ളം കൊടുക്കുക എന്നല്ല, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ കടി കിട്ടിയാണ് ആ മെൻ്റൽ ടെൻഷൻ മാറ്റിക്കൊണ്ടുവരിക. ഒന്നുമില്ല ഒരു കുഴപ്പമില്ല, രാജഗോപാലനെ കടിച്ചു, ഞാൻ അങ്ങനെയാണ് പറഞ്ഞു, രാജഗോപാലനെ കടിച്ചു, ചേരയാണ്, ധൈര്യമായിട്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത് അദ്ദേഹത്തിന് ഇരുത്തിയതിന് ശേഷം നടക്കാനോ കിടക്കാനോ സമ്മതിക്കാതെ. പിന്നെ നമുക്കിവിടെ ഈ കോട്ടയത്തിൽ അമ്മ ഒരു മോക്ക് കമ്പടി ഇട്ടപ്പോൾ അമ്മ തേരിയിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി ചാടിയാണ് താഴെ വരുന്നത്. ആ താഴെ വരുമ്പോൾ എന്താ സംഭവിക്കുക, കുഞ്ഞിന് കുലുങ്ങുകയാണ്. ഈ വൈബ്രേഷൻ കൊണ്ട് കുഞ്ഞിന് സർക്കുലേഷൻ കൂടും. അപ്പോൾ പെട്ടെന്ന് എത്തേണ്ട സ്ഥലത്തെല്ലാം കുഞ്ഞ് മരിച്ചു. ഈ പാമ്പ് കടിച്ച് കഴിഞ്ഞാൽ എത്ര സമയത്തിനകം ആൻറ്റിവനം അങ്ങനെ ഒരു കണക്ക്? ഇപ്പം നമുക്കിപ്പോൾ പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ എന്നെയൊക്കെ പോലുള്ളവർ പറയുന്ന 1 മണിക്കൂർ കഴിഞ്ഞ് എത്തിയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് 1 മണിക്കൂർ ഉണ്ടല്ലോ, ഇനി 50 മിനിറ്റ് അല്ല, ഇനി 10 മിനിറ്റ് ഉണ്ടല്ലോ, 50 മിനിറ്റ് പറഞ്ഞില്ല 1 മണിക്കൂർ, എത്രയും പെട്ടെന്ന് എത്തിക്കുക. പരമാവധി 1 മണിക്കൂറിന് മുന്നേ എങ്കിലും, കുട്ടികൾക്കല്ല വലിയവർക്കാണ്, 1 മണിക്കൂർ മുന്നേ എങ്കിലും എത്തിച്ചാൽ നമുക്ക് ജീവിതത്തിൽ തിരിച്ചു. പക്ഷേ അത് ഫസ്റ്റ് എയ്ഡ് കൃത്യമായിട്ട് ചെയ്യണം. കെട്ടുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ കെട്ടരുത്, പക്ഷേ കെട്ടരുതെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തിലാണ്. കെട്ടരുതെന്ന് പറഞ്ഞാൽ ടൈറ്റാക്കി കെട്ടരുതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കയറ് റോപ്പ് ഉപയോഗിച്ച് കെട്ടാൻ പാടില്ല, കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പാടില്ല. തുണി ഈ സാറ് ധരിച്ചിരിക്കുന്ന ഷർട്ടിൻ്റെയോ അല്ലെങ്കിൽ കോട്ടിൻ്റെയോ ഇതിൻ്റെ തുണിയുടെ വീതി ഒരു 3-4 വിരലിൻ്റെ വീതിക്ക് കടിയേറ്റത് ഇവിടെയാണെങ്കിൽ അവിടുന്ന് ഒരു 9 ഇഞ്ച് 10 ഇഞ്ച് അകലത്തിലേക്ക് ആ തുണി വെച്ച് വീതിക്ക് ചുറ്റി ടൈറ്റാക്കാതെ കെട്ടുക. ബ്ലഡ് സർക്കുലേഷൻ നടക്കണം. കെട്ടുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം രക്തോട്ടം പൂർണ്ണമായിട്ട് ബ്ലോക്ക് ആക്കുക എന്നുള്ളതല്ല. കുറേത്തേക്ക് ഇത് നടക്കണം. വീണ്ടും ഒരു കഷ്ണം തുണിയുടെ കെട്ടി കെട്ടീൻ്റെ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കെട്ടുക. സാറിന് അറിയാമോ, ഒരു 10 ദിവസങ്ങൾക്ക് പിന്നെ ഒരാൾ പാമ്പ് കടിച്ച് കോഴിക്കോട് ഞങ്ങളുടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങൾ കൈ ഇങ്ങനെ വെച്ചിട്ട് പൊക്കി വെച്ചുകൊണ്ട് വരാത്തുന്നത്. അവർ ഉടനെ തന്നെ വീട്ടുകാരനെ വിളിച്ചു. ചേട്ടാ, ഞാൻ പറഞ്ഞു അയ്യോ അതൊക്കെ ചെയ്താൽ ആൾ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്യേണ്ട കെട്ടിയതിന് ശേഷം കൈ ഇവിടെ ഇങ്ങനെ വെക്കണം, തൂക്കിയിട്ടാൽ നീര് വെക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മുറിക്കേണ്ട സാഹചര്യം വരും. തൂക്കി മേലോട്ട് ഹൈറ്റ് ചെയ്ത് വെച്ചാൽ ഈ സാധനം പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്ത് ഹാർട്ടിലും തലച്ചോറിലേക്ക് എത്തും, ഡെത്തിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സർക്കുലേഷൻ നടക്കില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തിന് ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കാം. രണ്ടാമത് കാലിലാണ് കടിയേറ്റം, കെട്ടി നിവർത്തി ഇങ്ങനെ ഇരുത്തി എത്തിക്കുക. ഇരുത്തി കൊണ്ടുപോകുന്ന സമയത്ത് കോബ്രയുടെ ബൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടും. കഫമൊന്നുമല്ല, അപ്പോൾ ശ്വാസം തടസ്സം അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ അദ്ദേഹം ഇങ്ങനെ ശ്രമിക്കും. ആ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും മലർന്നിട്ടോ കമിഴ്ന്നിട്ടോ ഇടത് സൈഡ് ചരിച്ചോ കിടത്താൻ പാടില്ല. കാരണം മലർന്നാലും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാകും. കമിഴ്ന്ന് കിടന്നാലും പാടില്ല. ഇടത് സൈഡാകുമ്പോൾ നമ്മുടെ ഹാർട്ടിനെ പ്രഷർ ചെയ്യുന്നൊരു സാധനമാണ് കോബ്രയുടെ വെനം. അപ്പോൾ നമ്മൾ ചരിഞ്ഞെടുക്കുമ്പോൾ ഹാർട്ട് ഒന്നുകൂടെ പമ്പാവും, ഒന്ന് ടൈറ്റ് ആവും, അപ്പോൾ ഡെത്ത് വരും. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് അത് വ്യക്തമായിട്ട് പ്രഷർ ചെയ്യണം. വലത് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഈ കഫം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ നമ്മളെ കഫം തുടച്ച് മാറ്റിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പുള്ളിക്ക് ശ്വാസം എടുക്കാൻ പറ്റും. ആ സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താനുള്ള സമയവും കിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് ഡെത്ത് അവിടെ വരുന്നില്ല. അപ്പോൾ ഡെത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കെട്ടരുതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ കിടന്ന് ശുദ്ധമണ്ഡലത്തിന് കെട്ടണം, നിർബന്ധമായിട്ട് കെട്ടണം, തുണി ഉപയോഗിച്ച് കെട്ടാൻ പാടില്ല, ടൈറ്റാക്കി കെട്ടരുത്, ഇരുത്തി ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ നമുക്കിവിടെ ചെറിയെങ്കിൽ ഞാൻ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു 2:30 മണിയായപ്പോഴും മോൻ പറഞ്ഞു എന്തോ വലിയ സാധനം എളിഞ്ഞു പോയി വെച്ചാൽ കടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോനെയും കൊണ്ട് ഒരു സ്കൂട്ടറിലാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഒരു കാരണവശാലും പാടില്ല. നമ്മൾ അതൊക്കെ എടുത്ത് ഓടാനും പാടില്ല, തോളിലിട്ടെടുക്കുക, ഓടെ നടക്കാൻ പാടില്ല. ഒരു പാമ്പ് പിടിച്ചാലും ഒരിക്കലും ഒരാളും എടുത്ത് തോളിലിട്ടുണ്ട് ഓടാനും പാടില്ല, നടക്കാനും പാടില്ല. അപ്പോഴൊക്കെ സർക്കുലേറ്റ് ചെയ്യും, കുട്ടിക്ക് മരണം സംഭവിക്കും. കൃത്യമായിട്ട് വണ്ടി വാഹനങ്ങളിൽ തന്നെ എത്രയും പെട്ടെന്ന്
നമുക്ക് ആൻറ്റിവനം ഞങ്ങൾ ഹോസ്പിറ്റൽ എപ്പോഴും നമ്മൾ പ്രേക്ഷകരോട് എനിക്കൊരു ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ആംബുലൻസ് പോലുള്ള സാധനങ്ങളൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ആ വാഹനം ഏതാണോ അത് നിങ്ങൾ അതിൽ പെട്ടെന്ന് ആൻറ്റിവനം ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റികളും ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ എല്ലാ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഹെൽത്ത് കാർഡുകളുണ്ട്, എന്താ പറയുക ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പൈസയൊന്നും ആവാതെ നമുക്ക് രക്ഷപ്പെട്ട് വരാൻ നമുക്ക് കഴിയും. അപ്പോൾ അത് നിങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഇവിടുന്ന് നമ്മുടെ പ്രേക്ഷകർ കാണുന്നവർ ഈ നിങ്ങളുടെ കയ്യിൽ ഇവിടുന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ കണ്ടുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞിറങ്ങിയാൽ നിങ്ങൾ പരമാവധി ഈ വീഡിയോസ് ഷെയർ ചെയ്ത് എല്ലാവരിലും നിങ്ങൾ എത്തിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആൻറ്റിവനം ചെയ്യാനുള്ള ഹോസ്പിറ്റലിൻ്റെ പേര് അത് നിങ്ങളുടെ മൊബൈലിൽ എപ്പോഴും തയ്യാറാക്കണം. അത് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ കലണ്ടറിൽ നമ്മളൊന്ന് എഴുതിയിട്ടാൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നമ്മൾ എഴുതി ചെവരിൽ ഒട്ടിക്കണം. കാരണം വേറെ നമുക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും മറ്റൊരാളിന് ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴും അത് അങ്ങനെ തയ്യാറാക്കി വെക്കണം. പിന്നെ കേരളത്തിൽ തിരുവനന്തപുരത്തുള്ളവർ അഭിമാനികളാണ്. കാരണം തിരുവനന്തപുരത്ത് നമുക്ക് ഏറ്റവും നല്ല അഭിമാനമാണ് നമ്മുടെ ട്രിവാൻഡ്രം. ഏഷ്യയിലെല്ലാം നല്ല ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കൃത്യമായിട്ട് എത്തിക്കാത്തത് കൊണ്ടാണ് ഇവിടെ മരണം സംഭവിക്കുന്നത്. നല്ല പ്രഗത്ഭന്മാരായ ഡോക്ടർമാരുണ്ട്. അപ്പോൾ ഒരു വിഷയം വീഴ്ത്താതെ പെട്ടെന്ന് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എത്തിച്ചാൽ നമുക്ക് അവരെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.